നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിൽ ധ്യാനയോഗം എന്ന 6-ാമത്തെ അധ്യായത്തിലെ 20, 21, 22, 23 ശ്ലോകങ്ങൾ. യത്ര ഓപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ജൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിജാല്യതേ തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണഛേദസ. ശ്ലോകങ്ങളുടെ പദച്ഛേദം ശ്രദ്ധിക്കുക. യത്ര ഉപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ച ഏവ ആത്മന ആത്മാനം പശ്യൻ ആത്മനി തുഷ്യതി സുഖം ആത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേത്തി യത്ര ന ച ഏവ അയം സ്ഥിതഃ ചലതി തത്വതഃ യം ലബ്ധ്വാ ച അപരം ലാഭം മന്യതേ ന അധികം തതഃ യസ്മിൻ സ്ഥിതഃ ന ദുഃഖേന ഗുരുണാ അപി വിജാല്യതേ തം വിദ്യാത് ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം സഹ നിശ്ചയേന യോക്തവ്യഃ യോഗഃ അനിർവിണ്ണചേതസ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. യോഗസേവയാ നിരുദ്ധം ചിത്തം യത്ര ഉപരമതേ യത്ര ച ആത്മന ആത്മാനം പശ്യൻ ആത്മനിയേവ തുഷ്യതി യത്ര ച അയം അതീന്ദ്രിയം ബുദ്ധിഗ്രാഹ്യം ആത്യന്തികം യത്സുഖം തദ്വേത്തി ച യത്ര സ്ഥിതഃ തത്വതഃ ന ഏവ ചലതി യം ലബ്ധ്വാ തതഃ അപരം അധികം ലാഭം ന മന്യതേ യസ്മിൻ സ്ഥിതഃ ഗുരുണ ദുഃഖേന അപി ന വിജാല്യതേ ദുഃഖസംയോഗ വിയോഗം തം യോഗസംജ്ഞിതം വിദ്യാത് സഹ യോഗഃ നിശ്ചയേന അനിർവിണ്ണചേതസ യോക്തവ്യഃ. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. യോഗസാധനയാൽ നിരുദ്ധമായ മനസ്സ് യാതൊരവസ്ഥയിലാണോ ശാന്തമാകുന്നത്, യാതൊരവസ്ഥയിലാണോ ആത്മാവിനെ കണ്ടിട്ട് ആത്മാവിൽ തന്നെ തുഷ്ടനായി വർത്തിക്കുന്നത്, യാതൊരവസ്ഥയിൽ തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും ബുദ്ധിഗ്രാഹ്യവുമല്ലാത്ത യാതൊരു പരമമായ സുഖത്തെ അറിയുന്നുവോ, യാതൊരവസ്ഥയിൽ വർത്തിച്ചിട്ട് പരമാർത്ഥ തത്വത്തിൽ നിന്നും വ്യതിചലിക്കാതെ നിൽക്കുന്നുവോ, യാതൊന്നിനെ ലഭിച്ചിട്ട് അതിലുപരിയായി മറ്റൊന്നിനെ വിചാരിക്കുന്നില്ലയോ, യാതൊരവസ്ഥയിൽ ഇരുന്നിട്ടും കഠിനമായ ദുഃഖത്താൽ ചലിക്കപ്പെടാതെ ദുഃഖബന്ധങ്ങളെ വേർപെടുത്തുന്ന ആ അവസ്ഥയെയാണ് യോഗമെന്ന പേരോടുകൂടി അറിയപ്പെടേണ്ടതെന്ന് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ അർജുനനെ ഉപദേശിക്കുന്നു. ആ യോഗം, പ്രസ്തുത യോഗം ദൃഢനിശ്ചയത്തോടും ക്ഷീണമില്ലാത്ത മനസ്സോടും കൂടി യഥാവിധി അഭ്യസിക്കേണ്ടതാകുന്നു.